സജി നന്ദിയാട്ട് ചേരുന്നുണ്ട്. ശ്രീ സജി നന്ദിയാട്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അവർ നേരിട്ട ഒരു അനുഭവമാണ്. സിനിമാ മേഖലയിൽ ഇത്തരം വെളിപ്പെടുത്തലുകൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതുമയുള്ള കാര്യമല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കർശനമായ പരിശോധനകൾ നടത്താൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള നീക്കങ്ങൾ എടുക്കാൻ സാധിക്കാത്ത ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാകുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അത് മനുഷ്യന്റെ മാനസികാവസ്ഥ മാറണം. ഞങ്ങള് ശക്തമായ നടപടി എടുക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാ യൂണിറ്റിലും എല്ലാ സിനിമാ ലൊക്കേഷനിലും IC രൂപീകരിച്ചിട്ട് ഒന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഷൂട്ടിങ്ങിന് അനുവാദം കൊടുക്കാറുള്ളൂ ഫിലിം ചേംബർ. അങ്ങനെ ഇതിലും IC ഉണ്ടായിരുന്നു. ICയിൽ ആ കുട്ടി ഈ വിൻസി അലോഷ്യസ് എന്നോട് സംസാരിച്ചിരുന്നു. അവർ ഹാപ്പിയാണ്. IC അവരോടൊപ്പം നിന്നിട്ടുണ്ട്. പിന്നീട് ഒരു ലഹരി വിരുദ്ധ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ അവിടെ വെച്ച ഒരു അനുഭവം വിൻസി ഇങ്ങനെ അവിടെ വെച്ച് പ്രകടിപ്പിച്ചു. അങ്ങനെയാണ് ഇത് പബ്ലിക്കിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ICക്ക് ഇന്നലെ രാത്രിയിൽ വിൻസി അലോഷ്യസ് പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ വിൻസി അലോഷ്യസിനെ ഞങ്ങളുടെ എല്ലാ മെമ്പർമാരും വിളിച്ചിരുന്നു. ഞങ്ങളുടെ ചെയർമാൻ G സുരേഷ് കുമാർ, പ്രസിഡന്റ് BR ജേക്കബ്, ഞാനാണ് ജനറൽ സെക്രട്ടറി. ഞങ്ങളെല്ലാവരും വിളിച്ചു. ഞങ്ങളുടെ കൂടെയുള്ള റാണി, ഞങ്ങളുടെ കൂടെയുള്ള ഈ പറഞ്ഞിരിക്കുന്ന ആഷ, ഈ കമ്മിറ്റിയിലുള്ള എല്ലാ പ്രധാനപ്പെട്ടവരും വിളിച്ച് വിൻസിയോട് സംസാരിച്ചു, പിന്തുണ കൊടുത്തു. പരാതി ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇത് 10:30 ആയപ്പോഴാണ് ഞങ്ങൾക്ക് പരാതി ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ നടപടിയെടുക്കും. കാരണം മോണിറ്ററിംഗ് കമ്മിറ്റി കൂടുന്നുണ്ട്. അതിനകത്ത് ശക്തമായ നടപടിയെടുക്കും. അതോടൊപ്പം തന്നെ പോലീസും എക്സൈസും ഒക്കെ എല്ലാ ലൊക്കേഷനിലും കയറി ഇങ്ങനെ ലഹരി ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഞങ്ങളുടെ ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി B രാജേഷ്, ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ എന്ന പേര് പുറത്തു വരികയാണ്. ഈ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത്? ഇദ്ദേഹത്തിന്റെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുക? അല്ല, വ്യക്തിപരമായി എന്റെ ഒരു അഭിപ്രായം ഷൈൻ ടോം ചാക്കയെ മാറ്റി നിർത്തണമെന്നാണ്. ബാക്കി കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. ഞാൻ ഉൾപ്പെടുന്ന കമ്മിറ്റി തിങ്കളാഴ്ച അടിയന്തര യോഗം ചേരുന്നുണ്ട്. ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി വിളിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ കമ്മിറ്റിയിൽ വെച്ച് ശക്തമായ നടപടി എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് മാറ്റി നിർത്തണം. നല്ല നടപ്പ് എന്ന് പറയുന്ന പോലെ കുറെ നാളത്തേക്ക് മാറ്റി നിർത്തി എല്ലാ കാര്യങ്ങളും നല്ലതായി വന്ന് വീണ്ടും അദ്ദേഹത്തെ ഒരിക്കലും വിലക്കുക എന്നുള്ളതല്ല, മറിച്ച് നന്നാകാൻ അവസരം കൊടുത്തുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം അത് കമ്മിറ്റി കൂടെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുക. ശരി, ശ്രീ നന്ദിയുണ്ട് ശ്രീ സജി നന്ദിയാട്ട്.